ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ വീണ്ടും ചലനം സൃഷ്ടിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തേക്ക് വരുന്നത്. തെലുങ്ക് ദേശം പാർട്ടി അഥവാ TDP അവരുടെ അധ്യക്ഷനും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡു കേന്ദ്രത്തിലെ BJP നേതൃത്വത്തോട് അകലം പാലിക്കുകയാണോ എന്ന സംശയം ഇപ്പോൾ ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവായ YS ശർമ്മളയുമായി കൂടിക്കാഴ്ചയ്ക്ക് നീക്കം നടക്കുന്നുവെന്ന സൂചനകളും തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയുമായി ചില രാഷ്ട്രീയ ചർച്ചകൾ നടന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ കൂട്ടുകെട്ടുകളുടെ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുകയാണ്. 2019 NDAയിൽ നിന്നും പിന്മാറിയ ശേഷം പിന്നീട് വീണ്ടും BJPയുമായി കൈകോർത്തത് നായിഡുവിൻ്റെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിൽ BJPക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കുവാൻ TDPയുടെ പിന്തുണ നിർണായകമായി മാറി. അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ നിലപാട് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചുവടുവെപ്പുകൾ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. YSR കുടുംബം ആന്ധ്ര രാഷ്ട്രീയത്തിൽ ഇന്നും ശക്തമായ സ്വാധീനം പുലർത്തുന്ന ഒരു കുടുംബമാണ്. YS ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയായ YS ഷർമിള അടുത്തിടെ കോൺഗ്രസിൽ ചേർന്നതും അതുപോലെ തന്നെ ആന്ധ്രയിൽ കോൺഗ്രസ് പുനരുജ്ജീവനത്തിന് ശ്രമിക്കുന്നതും രാഷ്ട്രീയ സമവാക്യങ്ങളെ സങ്കീർണമാക്കുന്ന ഘടകങ്ങളാണ്. YS ശർമ്മളയും ചന്ദ്രബാബു നായിഡുവും തമ്മിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുമെന്ന സൂചനകൾ പുറത്തു വന്നത് തന്നെ വലിയ രാഷ്ട്രീയ സന്ദേശമായി വായിക്കപ്പെടുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ BJPക്ക് ഒരു സമ്മർദ്ദമാണോ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ സാധ്യതകൾ തുറന്നു വെക്കുവാനുള്ള ഒരു നീക്കമാണോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാരിനെ നയിക്കുന്ന രേവന്ത് റെഡ്ഡിയുമായി ചന്ദ്രബാബു നായിഡു ചില വിഷയങ്ങളിൽ ആശയവിനിമയം നടത്തിയെന്ന റിപ്പോർട്ടുകളും ശ്രദ്ധേയമാണ്. രണ്ട് തെലുങ്ക് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ജലവിതരണം, നിക്ഷേപ പദ്ധതികൾ, IT സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നതായി പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഈ കൂടിക്കാഴ്ചകൾക്ക് രാഷ്ട്രീയ നിറം കൊടുക്കുകയാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ശക്തികൾക്കൊപ്പം NDAക്കൊപ്പം നിൽക്കുന്ന ചന്ദ്രബാബു നായിഡു സമ്പർക്കം വർദ്ധിപ്പിക്കുന്നതിൽ BJP അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുവെന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ചില നയങ്ങളിൽ ആന്ധ്രക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ലെന്ന ആരോപണം TDP വൃത്തങ്ങളിൽ നിന്നും ഇടയ്ക്കിടെ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേക സംസ്ഥാന പദവി, സാമ്പത്തിക പാക്കേജ്, അടിസ്ഥാന സൗകര്യ പദ്ധതികൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചന്ദ്രബാബു നായിഡു കൂടുതൽ ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്ന് പാർട്ടി അകത്തളങ്ങളിൽ നിന്ന് തന്നെ സമ്മർദ്ദമുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് BJPക്കുള്ള പിന്തുണ പിൻവലിക്കുമോ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നത്. രാഷ്ട്രീയത്തിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ ശൈലി അത് എപ്പോഴും സാധ്യതകൾ തുറന്നു വെക്കുക എന്നുള്ളതാണ്. നേരിട്ട് പിന്തുണ പിൻവലിക്കൽ പോലുള്ള കടുത്ത നീക്കത്തിനു മുമ്പ് എല്ലാ വഴികളും പരിശോധിക്കുക എന്നതാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതിനാൽ ശർമ്മളയുമായുള്ള കൂടിക്കാഴ്ചയോ അല്ലെങ്കിൽ രേവന്ത് റെഡ്ഡിയുമായുള്ള ആശയവിനിമയമോ ഉടൻ NDA വിടുവാനുള്ള സൂചന എന്ന് വായിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല. പക്ഷേ കേന്ദ്രത്തിന് ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുവാനുള്ള നീക്കമെന്ന വിലയിരുത്തൽ ഇവിടെ ശക്തമായി വരികയാണ്. ദേശീയ തലത്തിൽ BJP നിരവധിയായിട്ടുള്ള പ്രാദേശിക കക്ഷികളുടെ പിന്തുണയോടെയാണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ TDP പോലുള്ള പാർട്ടികളുടെ നിലപാട് മാറിയാൽ 16 MPമാരുടെ TDPക്ക് അത് പാർലമെൻറ്റിലെ കണക്കിനെയും രാഷ്ട്രീയ സ്ഥിരതയെയും ബാധിച്ചേക്കാം. പ്രത്യേകിച്ച് പ്രതിപക്ഷം വീണ്ടും ഐക്യപ്പെടുവാനുള്ള ശ്രമങ്ങൾ തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നായിഡുവിൻ്റെ തീരുമാനം നിർണായകമാകും. ഇതിനൊപ്പം തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ഭാവിയിലേക്കുള്ള രാഷ്ട്രീയ പുനഃക്രമീകരണത്തിനുള്ള സാധ്യതകളും ചിലർ കാണുന്നുണ്ട്. കോൺഗ്രസും പ്രാദേശിക ശക്തികളും ചേർന്നൊരു പുതിയ സമവാക്യം രൂപപ്പെടുത്തുമോ എന്നുള്ള ചർച്ചകൾ അണിയറയിൽ നീങ്ങുന്നുണ്ട്. YSR കുടുംബത്തിൻ്റെ സ്വാധീനം, കോൺഗ്രസിൻ്റെ പുനരുജ്ജീവന ശ്രമം, നായിഡുവിൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് ഈ പുതിയ രാഷ്ട്രീയ ചലനം രൂപപ്പെടുന്നത്. ചന്ദ്രബാബു നായിഡു ഉടൻ BJPക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് പറയാൻ ഇതുവരെ വ്യക്തമായ സൂചനകളൊന്നും തന്നെ നിലവിലില്ല. എന്നാൽ അദ്ദേഹം വിവിധ രാഷ്ട്രീയ ശക്തികളുമായി ആശയവിനിമയം നടത്തുന്നതും അതുപോലെ പുതിയ സാധ്യതകൾ തുറന്നു വെക്കുന്നതും വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദേശീയ രാഷ്ട്രീയത്തിൽ തൻ്റെ പാർട്ടിയുടെ പ്രാധാന്യം പരമാവധി ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രമമാണോ ഇത് എന്നത് അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും വ്യക്തമാകും.
തെലുങ്ക് രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഈ നീക്കങ്ങൾ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ വൃത്തങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്.